ഓ ഇന്ന് ഭയങ്കര തണുപ്പുള്ള ദിവസമാട്ടോ. അതാണ് ഞാൻ കേട്ടിരിക്കണേ. വില ശിവയുടെ തണുപ്പത്ത് പോയി നിൽക്കുന്ന മാതിരിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങാത്തൊക്കാണ്. മാങ്ങാത്തൊക്ക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പിക്കിളാണ്. ഈ പിക്കിൾ നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല, ബി പി കൂടും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ പിക്കിൾ ശരിക്കും ഒരു പ്രോബയോട്ടിക് ആണ്. നമ്മളതിൽ വിനീഗർ ആഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കഴിക്കാൻ നല്ലതാണ്. ഒരു സൂപ്പർ ഫുഡാണ് ഇത് പിക്കിൾ. എന്താ വെച്ചാൽ അത് ബ്രൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ വിത്തൗട്ട് ആഡിങ് വിനീഗർ. ബ്രൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ടിൽ കിടന്നിട്ട് അത് ഫെർമെൻ്റ് ആവണം. ഫെർമെൻറ്റഡ് ഫുഡ് എപ്പോഴും നല്ലതാണ് ആസ് ലോങ് ആസ് നമ്മൾ അതിൽ വിനീഗർ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. അത് നമ്മുടെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അവർ ഗട്ട് ബാക്ടീരിയ. അതേമാതിരി നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡക്റ്റിനൊക്കെ വളരെ നല്ല ഒരു ഘട്ടമാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കണം, ഞാൻ വിനീഗർ ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കണത്, എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ മാങ്ങ എന്താണ് അറിയില്ലേ? നമ്മൾ കിളിച്ചുണ്ടൻ, കിളിമൂക്കം എന്നൊക്കെ പറയും, കിളിമൂക്കൻ. ഇത് ഇവിടെയൊക്കെ എന്താ പറയുക, തോത്താപ്പൂരി. ഈ മാങ്ങ വെച്ചിട്ട് ഒരു തൊക്ക്, നല്ല ടേസ്റ്റ് കേട്ടോ. അത് കൂടുതൽ പുളിയൂല. ഈ അച്ചാർ എന്നൊക്കെ പറയുന്നത് എല്ലാം മിതമായിട്ട് കഴിക്കുക. ദിസ് ഈസ് ഓൾസോ ഗുഡ്. പിക്കിൾ എന്ന് പറയുന്നത് അങ്ങനെ ബി പി ആണ്. ഇറ്റ്സ് എ പ്രോബയോട്ടിക് ഓൾസോ. വയറിൻ്റെ ഗട്ട് ഒക്കെ വളരെ നല്ലതാണ്. നമ്മളതിൽ ഉപ്പിടുമ്പോഴേക്കും നമ്മളുണ്ടാക്കണമെന്ന് വെച്ചാൽ കൂടുതൽ ഉപ്പ് അധികം ഇടാണ്ടിരുന്നാൽ മതി. ഇങ്ങനെ ഉപ്പിലിട്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ ഉപ്പിലിട്ടിട്ടാക്കണ്ട, മിതമായിട്ട് ഉപ്പിടുക നമ്മളുണ്ടാക്കുമ്പോൾ. ഓക്കെ, വാങ്ങുന്നതിൽ നല്ല ഉപ്പുണ്ടാവും. പക്ഷെ ഉപ്പാണല്ലോ ഇതിൻ്റെ ലൈഫ് കൊടുക്കുന്നത് ഈ അച്ചാറിൻ്റെ. പക്ഷെ അത് നമ്മൾ നല്ലോണം എണ്ണ ഒഴിക്കുക, പാകത്തിന് ഉപ്പിടുക, ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈ മാങ്ങ തൊലിയൊക്കെ ചെത്തി കണ്ടോളൂ. ഇതിനെ ഈ ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെനിക്ക് 2-3 വശമുണ്ട്. ഇത് മീഡിയം, ഇത് വളരെ വലുത്, ഇത് വളരെ ചെറുത്. ഇത് വളരെ ചെറുത്. അപ്പം ഞാൻ ആ മീഡിയത്തിലിട്ടിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് മീഡിയം കേട്ടോ. ഒരുപാട് ചെറുതിട്ടാൽ നമുക്കതിൽ അങ്ങനെ അത് സമന്തിമരിയായി പോകും. അപ്പോൾ ഈ ഭാഗത്തിട്ടിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. നന്നായി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടോളൂ. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് പാൻ ചൂടായപ്പോൾ, അതേമാതിരി 1 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഇത് രണ്ടും ഞാൻ നന്നായി ചൂടാക്കട്ടെ കേട്ടോ. കരിയാനൊന്നും പാടില്ല. നല്ല പാകത്തിൽ തീ വെച്ചിട്ട് നമ്മളിതിനെ റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അത് നല്ലോണം കടുകൊക്കെ തീ പൊട്ടാൻ തുടങ്ങി. അപ്പം ഞാനിനിയിപ്പോൾ ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തു. ഇതൊന്ന് ആറിയിട്ട് വേണം എന്തിനെ ഒന്ന് പൊടിക്കാൻ. അപ്പം ഞാനിതിലേക്ക് ലേശം നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലോണം നല്ലെണ്ണ ഈ അച്ചാറിലേക്ക് വേണം. പക്ഷെ ഞാനിപ്പോൾ എന്തിനാ അറിയോ, ഈ കായം റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ലെണ്ണയിൽ ഞാനിതിനെ ഒന്ന് വറക്കാൻ പോവാണ്. നിങ്ങൾക്ക് പൊടി ചേർക്കാം, പക്ഷേ എനിക്ക് ഈ കട്ടക്കായം ചേർക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അതിന് നല്ലൊരു മണം വരും. അപ്പോൾ ഇനി അതിനെ ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഇതിലേക്ക് ഇത്തിരി നല്ലോണം നെല്ലെണ്ണ വേണം. നല്ലെണ്ണ ഞാനൊരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ്. എന്നിട്ട് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില. ഇതൊക്കെ ഈ തൊക്കിൽ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതാണ് കേട്ടോ. ഇത് കേടൊന്നും വരില്ല. എത്ര കാലം വേണമെങ്കിലും നമ്മളതിൽ വെള്ളം തൊടാണ്ടി ഒക്കെ ഇരിക്കണ മാതിരി ഇരിക്കും. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാൻ ഹോൾ വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കണേ. മുറിച്ചിട്ടൊന്നുമില്ല, മുറിക്കാണ്ടെയാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇതാ നിങ്ങൾ കണ്ടോളൂ, കാണുന്നില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഹോൾ വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളി ഒന്ന് നന്നായി ബ്രൗൺ നിറമായിട്ട് വരണം കേട്ടോ.
ഇപ്പം ഞാനിത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. ഇതാ ഒന്ന് ആറിയിട്ട് വേണം, ആ ചൂട്ടിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പം ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. കൂടെ തന്നെ ഈ വറുത്തപ്പൊടി, ഈ പൊടി എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു ടീസ്പൂൺ, നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മാങ്ങയ്ക്കത് മതിയാവില്ല, ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ടു. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ മാങ്ങ ചേർക്കാം. ഇപ്പോൾ ഒരുപാട് ചൂടോടെ അങ്ങനെ കൊണ്ടുപോയിട്ട് ആ മാങ്ങ അങ്ങനെ വെന്തു പോകും. എന്താ കാരണം വെച്ചാൽ ഗ്രേറ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഇത് നമ്മളൊന്നിങ്ങനെ ഇളങ്ങനെ ചൂടായിട്ട് ആ പതയൊന്ന് നിൽക്കണം. പത നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മാങ്ങ ആഡ് ചെയ്യുക. ഇപ്പം ഇത് അങ്ങനെ കംപ്ലീറ്റായിട്ട് ആറിയിട്ടില്ല, പക്ഷെ നല്ലോണം ചൂട് പോയി. അപ്പം ഞാൻ ഈ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് കണ്ടോ, ഇപ്പം എൻ്റെ പിക്കിള് റെഡിയായി. മാങ്ങാ തൊക്ക്. ഇതിൽ നല്ലോണം എണ്ണയുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനൊരു 1/4 കപ്പ് ഒഴിച്ചിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്താ കാരണം അറിയോ, മാങ്ങയുടെ എമൗണ്ട് കാണുമ്പോഴാണ് നമുക്കറിയാം. ഇനി ഇതിപ്പോൾ നോക്കിക്കോളൂ, ഞാൻ കുപ്പിയിലാക്കി ആ എണ്ണ അങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇതിൽ കായ അതിൻ്റെ കൂടെ വറുത്ത് പൊടിച്ചിട്ടു. ഈ സമയത്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വിനീഗർ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, വിനീഗർ ആഡ് ചെയ്ത പിക്കിളിന് വലിയ ഗുണം ഇല്ല, ആരോഗ്യം കൊണ്ട് ഗുണമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നല്ലോണം എണ്ണ ചേർത്താൽ, നല്ലെണ്ണ നല്ലതാണ് ദേഹത്തിന്, ഒരു കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഒരുപാട് ഉപ്പേരിമാരൊന്നും വലിച്ച് തിന്നില്ലല്ലോ ഈ അച്ചാർ. അപ്പോൾ അതുകൂടിയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് ചെയ്താൽ മതി. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, ദോശയുടെ കൂടെ കഴിക്കുക, ചോറിൻ്റെ കൂടെ പിന്നെ നമ്മൾ പറയണ്ടല്ലോ. ഞാനിനി ഇതിനെ ആറിയ ശേഷം എൻ്റെ പിക്കിൾ ബോട്ടിലാക്കിയിട്ട് കാണിക്കാം. ഇത് ഇപ്പോൾ പിക്കിൾ റെഡിയായി. ഇതാ കണ്ടോളൂ, പാകത്തിന് എണ്ണയൊക്കെ ഉണ്ട്. നല്ലോണം നല്ല എണ്ണയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കണ്ടില്ലേ കൂട്ടുകാരെ, ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണും, നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം കിടക്കാണ്ടിരിക്കണം. ഇതൊക്കെയാണ്, അപ്പോഴൊക്കെയാണ് ഈ ഇത് വരിക, ഫംഗസും പിന്നെ പൂപ്പലൊക്കെ. അപ്പോൾ ഇതേമാതിരി ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അംശം പിന്നെ എന്തെങ്കിലും വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ഇടില്ല. ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ടിടാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഫ്രം സുധാമേന. ബൈ.